അപ്പം നമ്മൾ ഇന്ന് ഒരു പുതിയ സെക്ഷൻ ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. മാഗ്നറ്റിസത്തിലെ കുറച്ച് പോർഷൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എക്സാംസിനും ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. പിന്നെ നമുക്ക് ഇനി MCQ പോയാലോ. വാട്ട് കൈൻഡ് ഓഫ് മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഇസ് വാട്ടർ? വാട്ടർ എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി പഠിച്ചതാണ്. അത് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. വാട്ടർ ഇസ് എ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണ്. ഓർത്തിരുന്നോണം. യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു എക്സാമ്പിൾ കാണുന്നതാണ്. ഒരു ചില്ല് കുപ്പിക്കകത്ത് ഒരു ഇച്ചിരി വെള്ളം എടുത്തിട്ട് അത് നമ്മൾ ഈ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഒരു മാഗ്നറ്റ് കാണിക്കുകയാണെങ്കിൽ വാട്ടറിന്റെ ആ ഗ്ലാസ് ട്യൂബ് ഇങ്ങനെ തെന്നി തെന്നി മാറി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഓർത്തിരിക്കുക. അങ്ങനെ തെന്നി പോകുന്ന മെറ്റീരിയൽസ് എന്താണ്? ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണ്. ഓക്കെ, സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ. In what direction internally the magnetic lines of force travel in a bar magnet? ഒരു ബാർ മാഗ്നറ്റ് എടുത്തു കഴിഞ്ഞാൽ, ഒരു നോർത്തും സൗത്തും ഉള്ള ഒരു ബാർ മാഗ്നറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇന്റേണലി മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എങ്ങനെയായിരിക്കും മൂവ് ചെയ്യുന്നത്? സൗത്ത് ടു നോർത്ത്. യെസ്, സൗത്ത് ടു നോർത്ത് ആയിരിക്കും അതിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരുന്നോണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള 2 പ്രാവശ്യം ഞാൻ ഈ ക്വസ്റ്റ്യൻ കണ്ടതാണ്. സോ അത് നോട്ട് ചെയ്ത് വെച്ചോളാം. സൗത്ത് ടു നോർത്ത് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് എ ബാർ മാഗ്നറ്റ് ഇസ് ബ്രോക്കൺ ഇൻടു 2 പീസസ്? ഒരു ബാർ മാഗ്നറ്റ് രണ്ടായിട്ട് മുറിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? വീണ്ടും അത് എന്ത് തന്നെയായിട്ട് ആക്ട് ചെയ്യും? അതൊരു മാഗ്നറ്റ് ആക്ട് ചെയ്യും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഈച്ച് പീസ് വിൽ ബിക്കം എ സെപ്പറേറ്റ് മാഗ്നറ്റ്. ഓരോ പീസുകളും ഓരോ മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യപ്പെടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഡയറക്ഷണൽ ഇൻഡിക്കേഷൻ ഓഫ് മിഡിൽ ഫിംഗർ അക്കോർഡിംഗ് ടു ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ? ഫ്ലെമിങ്സിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ അനുസരിച്ച് ഏതാണ് മിഡിൽ ഫിംഗർ എന്തിനെയാണ് ഡയറക്ഷൻ കാണിക്കുന്നത്? എന്തിനെയാണ് കാണിക്കുന്നത്? എ ആണ്. യെസ്, ആൻസർ എന്ന് പറയുന്നത് എ ആണ്. ഇൻഡ്യൂസ്ഡ് EMFന്റെ ഡയറക്ഷൻ. സോ എന്താണ് റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ തമ്പ്, മിഡിൽ ഫിംഗർ, 4 ഫിംഗർ നമ്മൾ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കുന്നു. അതില് റൈറ്റ് ഹാൻഡിലെ തമ്പ് എന്ന് പറയുന്നത് മോഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ആൻഡ് നമ്മുടെ 4 ഫിംഗർ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ മിഡിൽ ഫിംഗർ എന്ന് പറയുന്നത് EMFന്റെ ഡയറക്ഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇതൊന്ന് ഓർത്ത് വെച്ചോണം. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളും ലെഫ്റ്റ് ഹാൻഡ് റൂളും എപ്പോഴും തന്നെ ചോദിക്കുന്നതാണ്, തെറ്റിപ്പോകരുത്. ഇനി ഇവിടെ ഒരു സംശയം വരാം. EMFും കറണ്ടും ചിലപ്പോൾ പറയാറുണ്ട്. EMF ആണെങ്കിലും കറണ്ട് ആണെന്നുണ്ടെങ്കിലും രണ്ടും സെയിം ആണ്. ഈ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? കറണ്ട് പാസ് ചെയ്യുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കറണ്ട് എന്നും ചില ബുക്കുകളിൽ കാണിക്കാറ് ഉണ്ട്. ഓക്കെ, ഇനി എന്താണ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ? ലെഫ്റ്റ് ഹാൻഡ് റൂളിൽ ഉള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റൈറ്റ് ഹാൻഡ് റൂളിൽ നമ്മൾ തമ്പ് മോഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമുക്ക് ഫോഴ്സ് ആണ് നമ്മൾ പറയുന്നത്. അതായത് തമ്പ് ഏത് ഡയറക്ഷനിലാണോ ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യും. അതേപോലെ 4 ഫിംഗർ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിനെയും അതേപോലെ മിഡിൽ ഫിംഗർ കറണ്ടിനെ ആയിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. F=BIL എന്നുള്ള ഇക്വേഷന് ഇക്വലന്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത്. അത് ഓർത്തിരിക്കുക. സോ ഇതാണ് ലെഫ്റ്റ് ഹാൻഡ് റൂളും റൈറ്റ് ഹാൻഡ് റൂളും. റൈറ്റ് ഹാൻഡ് റൂള് EMF ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് റൂള് ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ടായിരിക്കും നമ്മൾ മെയിൻലി നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. Which law states that magnitude of the induced EMF is directly proportional to rate of change of flux? അതായത് is directly proportional to d∅dt എന്ന് പറയുന്നത് ഏത് ലോ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഫാരഡേസ് ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, ലെൻസസ് ലോ, എൻഡ് റൂൾ. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? സെക്കൻഡ് ലോ. ഫാരഡേസ് സെക്കൻഡ് ലോ ആണ് കറക്റ്റ് ആൻസർ. ഈസ് ഈക്വൽ ടു d∅ by dt എന്ന് പറയുന്നത് ഫാരഡേസ് സെക്കൻഡ് ലോ ഓഫ്
സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ എക്സ്പാൻഷൻ ഫോം MMF as regarding of electromagnetism? MMF എന്ന് പറയുന്നതിന്റെ മുഴുവൻ പേര് എന്താണ്? ഇലക്ട്രോമാഗ്നറ്റിസമായിട്ട് ബന്ധപ്പെട്ട് MMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഫോഴ്സ്? മാഗ്നെറ്റോ മോട്ടീവ് ഫോഴ്സ് ആണ് കറക്റ്റ് ആൻസർ. ആൻസർ സി. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും മാഗ്നെറ്റോ മോട്ടോ ഫോഴ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം. പെട്ടെന്ന് നിങ്ങൾ ചെയ്യുമ്പോൾ തെറ്റിപ്പോകരുത്. മാഗ്നെറ്റോ മോട്ടീവ് ഫോഴ്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the property of magnet which opposes magnetic flux through is called? Reluctance ആണ് കറക്റ്റ് ആൻസർ. ഇനി പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ? പെർമിയബിലിറ്റി എന്താണ്? അതായത് എന്തോരം മാഗ്നറ്റൈസേഷൻ നമുക്ക് ഒരു മെറ്റീരിയലിലോട്ട് കൊടുക്കാൻ പറ്റും. ഒരു എക്സ്റ്റേണൽ ഫീൽഡ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ എന്തോരം മാഗ്നറ്റൈസേഷൻ നമുക്ക് ഒരു മെറ്റീരിയലിനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പെർമിയബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ റെസിഡ്യൂവൽ മാഗ്നറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു മെറ്റീരിയലിൽ നമ്മൾ മാഗ്നറ്റൈസേഷൻ കൊടുത്തതിന്, എക്സ്റ്റേണൽ ഫീൽഡ് കൊടുത്തതിന് ശേഷം അത് റിമൂവ് ചെയ്യുമ്പോൾ എന്തോരം മാഗ്നറ്റൈസേഷൻ അതിൽ മിച്ചമുണ്ട് എന്നുള്ളതിനെയാണ് റെസിഡ്യൂവൽ മാഗ്നറ്റിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ റിലക്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിലൂടെ പോകുന്ന മാഗ്നറ്റിക് ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് റിലക്റ്റൻസ്. ഇത് എന്തിനോട് ഇക്വലന്റ്? ഇലക്ട്രിക് സർക്യൂട്ടിന്റെ എന്തിനോട് ഇക്വലന്റ് എന്നാണ് നമ്മൾ പറയുന്നത്? റെസിസ്റ്റൻസിനോട് ഇക്വലന്റ് ആയിട്ടുള്ള കാര്യമാണ് റിലക്റ്റൻസ് എന്ന്. മാഗ്നറ്റിക് ഫീൽഡിലെ റിലക്റ്റൻസ് ഓർത്തിരുന്നോണം. അടുത്തത്, the unit of magnetic flux density. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുന്നത്? 5/A. ബി എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ബിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 5/A ആണ്. 5 എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് പെർ ഏരിയ ആണ്. ഫ്ലക്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? വെബർ ആണ്. വെബർ ബൈ മീറ്റർ സ്ക്വയർ ആണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ യൂണിറ്റ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഡി. ആൻസർ ഡി ആണ്, വെബർ പെർ മീറ്റർ സ്ക്വയർ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. അടുത്ത ചോദ്യം, 3 capacitors 25 microfarad, 125 microfarad, 150 microfarad are connected in parallel. Find the value of total capacitance. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലെ? 300. 300 ആണ്. ഇനി ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ ജസ്റ്റ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. കപ്പാസിറ്റൻസ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ ടോട്ടൽ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് C equivalent is equal to C1 plus C2 plus C3. അതായത് റെസിസ്റ്റൻസിന്റെ നേരെ എതിരാണ് കപ്പാസിറ്റൻസ് എന്ന് ഓർത്തിരിക്കുക. റെസിസ്റ്റൻസ് ഇൻ സീരീസിലെ ഇക്വേഷൻ ആയിരിക്കും നമ്മൾ കപ്പാസിറ്റൻസ് ഇൻ പാരലലില് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പാരലൽ ആയിട്ടാണ് 3 കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് 3 നമ്മൾ ആഡ് ചെയ്യുക. 3 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 300 മൈക്രോഫാരഡ് ആണ്. അത് ഓർത്തിരിക്കണം. സോ ആൻസർ ഇസ് ഡി, 300 മൈക്രോഫാരഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കപ്പാസിറ്റൻസ്, വോൾട്ടേജ് ആൻഡ് ഇലക്ട്രിക് ചാർജ്? കപ്പാസിറ്റൻസും വോൾട്ടേജും ഇലക്ട്രിക് ചാർജും തമ്മിലുള്ള ഇക്വേഷൻ എന്താണ്? അറിയാമോ എന്താന്ന്? C is equal to Q by V. Charge by voltage, volt ആണ് കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ. കപ്പാസിറ്റൻസിന്റെ വേറെ ഇക്വേഷൻ എന്തെങ്കിലും അറിയാവോ? Epsilon 0 A by D. C is equal to epsilon A by D വരും. അതും അതിന്റെ ഒരു ഇക്വേഷൻ ആണ്. ഈ 2 ഇക്വേഷൻസ് ഓർത്തിരുന്നോണം, ഇതിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻസുകൾ വരാം. അടുത്തത്, 2 capacitors of 4 microfarad and 2 microfarad are connected in parallel. What is the effective capacitance? Simple ആണ്. 6 microfarad. ആണ് ആൻസർ. ആൻസർ എന്ന് പറയുന്നത് 6 മൈക്രോഫാരഡ്
C1 plus C2. C equivalent is equal to C1 plus C2. ഈ ഇക്വേഷൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A capacitor of dash farad stores a charge of 1 coulomb at 10 volt. ഇതിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സി കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെ തന്നിട്ടുണ്ട്? ചാർജ് തന്നിട്ടുണ്ട്. ചാർജ് എന്ന് പറയുന്നത് 1 കൂളംബ് ആണ് തന്നിട്ടുണ്ട്. ചാർജ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എത്രയാ? 0.1 ആണ് ആൻസർ. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേക്കാം. ചാർജ് എന്ന് പറയുന്നത് ക്യൂ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് 1 കൂളംബ് ആണ്. വോൾട്ടേജ് തന്നിരിക്കുന്നില്ല, വി തന്നിരിക്കുന്നതെന്ന് പറയുന്നത് 10 വോൾട്ട് ആണ് തന്നിരിക്കുന്നത്. ഇനി കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സി ഈക്വൽ ടു ക്യൂ ബൈ വി ആണ്. സി ഇസ് ഈക്വൽ ടു ക്യൂ എന്ന് പറയുന്നത് 1 ഡിവൈഡ് ബൈ 10. നമുക്ക് 1 ഡിവൈഡ് ബൈ 10 വരുമ്പോൾ 1.1 ഫാരഡ് എന്ന് വരും. സോ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. What is the relative permeability of vacuum? Relative permeability of vacuum എന്താണ്? 1. 1 ആണ് ആൻസർ. കറക്റ്റ് ആൻസർ ഇസ് 1. റിലേറ്റീവ് പെർമിബിലിറ്റി എന്ന് പറയുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ mu r is equal to mu by mu 0 ആണ്. ഓർത്തിരുന്നോണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. What is the formula for quantity of electricity? അതായത് ചാർജിന്റെ ചാർജ് എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്യൂ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ ആണ് കറക്റ്റ് ആൻസർ. നമുക്കറിയാം I is equal to dq by dt ആണ് അല്ലെ. അപ്പൊ ക്യൂ എന്ത് വരും? അല്ലെങ്കിൽ ഡി ക്യൂ എന്ന് പറയുന്നത് എന്ത് വരും? I ഇൻറ്റു ഡി ടി വരും. അതാണ് നമ്മള് കറണ്ട് ഇൻറ്റു ടൈം ആണ് ക്യൂ എന്ന് പറയുന്നത്. ആൻസർ എ ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The property of a material which opposes the creation of magnetic flux in it is known as? Reluctance. Again, reluctance ആണ് കറക്റ്റ് ആൻസർ. പല രീതിയിൽ ചോദിക്കാം കേട്ടോ. നമുക്ക് കൺഫ്യൂസിങ് ആകുന്ന രീതിയിലൊക്കെ ചോദിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ മാഗ്നറ്റിസത്തിനകത്ത് എല്ലാത്തിന്റെ ഡെഫിനേഷൻസ് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. യൂണിറ്റ്സ് പഠിച്ചു വെക്കണം. അതിന്റെ അനലോഗി വിത്ത് ഇലക്ട്രിക്കൽ സർക്യൂട്ടുകളും പഠിച്ചു വെക്കണം. അതിനകത്ത് നിന്നൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഇനി ഇതിനകത്ത് എന്താണ് പെർമിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എന്താന്ന് പെർമിയൻസ് എന്ന് അറിയാവോ? Reciprocal of reluctance. റെസിപ്രോക്കൽ ഓഫ് റിലക്റ്റൻസ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എത്ര എളുപ്പത്തിൽ നമുക്കൊരു മെറ്റീരിയലിനെ നമുക്ക് അതിൻ്റെ അകത്തുകൂടെ ഫ്ലക്സ് കടത്തിവിടാൻ പറ്റും. അതാണ് പെർമിയൻസ് എന്ന് പറഞ്ഞത്. പെർമിയൻസിനെ ചില ബുക്കുകളിൽ പി എന്ന് പറഞ്ഞാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് റിലക്റ്റൻസ് 1/s ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം μ0 μr A/L ആണ് പെർമിയൻസിന്റെ ഇക്വേഷൻ. ഇറ്റ് ഈസ് ദ ഈസ് വിത്ത് വിച്ച് ഫ്ലക്സ് ക്യാൻ ബി പാസ്ഡ് ത്രൂ എ മെറ്റീരിയൽ. അല്ലെങ്കിൽ ഒരു സർക്യൂട്ടിൽ കൂടെ എത്ര എളുപ്പത്തിൽ നമുക്ക് ഒരു ഫ്ലക്സിനെ കടത്തിവിടാം. ഓർ ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് റിലക്റ്റൻസ്. അത് ഓർത്തിരുന്നോണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് റിലക്റ്റൻസ്? റിലക്റ്റൻസിന്റെ റെസിപ്രോക്കൽ എന്താണ്? പറഞ്ഞതേ ഉള്ളൂ. പെർമിയൻസ്. ആൻസർ പെർമിയൻസ് ആണ്. Reciprocal of reluctance is permeance. Okay. അടുത്ത question. Direction of forces on a conductor in a magnetic field is determined by? ഏതായിരിക്കും? Right hand rule ഉണ്ട്, left hand rule ഉണ്ട്, right hand rule. Yes, left hand rule ആണ്. ഓർത്തിരുന്നോണം. അത് മറന്നു പോകുമ്പോൾ നമ്മൾ ഒറ്റ കാര്യം ഓർത്തിരുന്നാൽ മതി. F is equal to BIL. അപ്പൊ ആ F റെപ്രസെന്റ് ചെയ്യുന്ന ഫോഴ്സിനെയാണ്. അപ്പം BIL നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് റൂളിൽ നിന്നാണ് കിട്ടുന്നത്. അത്ര ഓർത്തിരിക്കുക. F is equal to BIL. ആ L റെപ്രസെന്റ് ചെയ്യുന്നത് ലെഫ്റ്റിനെയാണ്. അങ്ങ് ഓർത്തിരുന്നാൽ മതി. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഓർമ്മ നിൽക്കും. ഫോഴ്സ് കിട്ടണമെങ്കിൽ BIL വേണം. L എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ്. അങ്ങനെ അങ്ങ് പഠിച്ചിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The total capacitance of 3 condensers connected in series as C1 equal to 30 microfarad, C2 equal to 15 microfarad and C3 equal to 20 microfarad. ചെയ്ത് നോക്കാമെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം.
എന്നിട്ട് ആൻസർ പറയാം. ചെയ്ത് നോക്കാവോ? ഓർത്തിരുന്നാൽ മതി, ഇവിടെ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും റെസിസ്റ്റൻസ് ഇൻ പാരലലിന് നമ്മൾ ചെയ്യുന്ന എങ്ങനെയാണോ അതേപോലെ ചെയ്യുക. ദാറ്റ് ഈസ് 1/C equivalent is equal to 1/C1 plus 1/C2 plus 1/C3. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഏറ്റവും അവസാനം ഫൈൻഡ് വാട്ട് ഇസ് C equivalent. C equivalent എന്താന്ന് കണ്ടുപിടിക്കുക. 6.66. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 6.66 മൈക്രോ ഫാരഡ് ആണ്. ഒന്ന് നോക്കുക. കപ്പാസിറ്റൻസ് ഇൻ സീരീസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/C equivalent equal to 1/C1 plus 1/C2 plus 1/C3. അപ്പൊ അതിനകത്ത് നിന്ന് നമ്മൾ 1/C equivalent കണ്ടുപിടിച്ചു. ഇനി C equivalent കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇനി അതിന്റെ 1/, എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ആൻസർ എന്ന് പറയുന്നത് 6.66 മൈക്രോ ഫാരഡ് ആണ്. അടുത്തത്, a material that is slightly repelled by a magnet is called ഡയാമാഗ്നറ്റ്. ഡയാമാഗ്നറ്റിക്. പിരിഞ്ഞു പോകുന്ന ആൾക്കാരാണ് നമ്മുടെ ഡയാമാഗ്നറ്റിക് ആൾക്കാർ. സോ ദ ആൻസർ ഇസ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. പാര എന്ന് പറയുമ്പോൾ സ്ലൈറ്റ്ലി അട്രാക്ഷൻ ആണ്. ഫെറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് അട്രാക്ഷൻ വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A substance that has high retentivity can be used for the manufacture of electromagnets, temporary magnets, permanent magnets. High പെർമനന്റ് മാഗ്നറ്റ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് പെർമനന്റ് മാഗ്നറ്റ് ആണ്. ഓർത്തിരിക്കുക, ഈ ഹൈ റിറ്റൻഡിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എന്താ ഹൈ റിറ്റൻഡിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മാഗ്നറ്റിക് പ്രോപ്പർട്ടി അതിൽ നിലനിർത്താൻ പറ്റുന്നത് കുറെ സമയം. കുറെ സമയം നിലനിർത്താൻ പറ്റുന്നതിനെയാണ് നമ്മൾ പെർമനന്റ് മാഗ്നറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അത്രയും ഹൈ റീറ്റൻഡിവിറ്റി വേണമെന്നില്ല. നമ്മൾ ഒരു എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ അവിടെ ഇലക്ട്രിസിറ്റി കൊടുത്താണ് ഇലക്ട്രോ മാഗ്നറ്റ്സ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി എക്സിബിറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന് ഹൈ റീറ്റൻഡിവിറ്റി വേണമെന്ന് നിർബന്ധമില്ല. ഓർത്തിരുന്നോണം, ഇലക്ട്രോ മാഗ്നറ്റ്സിന്റെ കേസിൽ എക്സ്റ്റേണൽ ആയിട്ട് ഇലക്ട്രിക് ഫീൽഡ് കൊടുത്ത് നമ്മൾ അതിനെ ഒരു മാഗ്നറ്റ് ആക്കുകയാണ്. അപ്പൊ അതിന് വലിയ റീറ്റൻഡിവിറ്റി ഒന്നും വേണ്ട. ലോ റീറ്റൻഡിവിറ്റി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിനെ ഒരു മാഗ്നറ്റിക് വസ്തുവായിട്ട് മാറ്റാൻ പറ്റും. അതൊന്ന് ഓർത്തിരുന്നോണം. ആൻസർ ഇസ് പെർമനന്റ് മാഗ്നറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Capacitance is not affected by ഫ്രീക്വൻസി. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ ഓർത്തിരുന്നാൽ മതി. അതിനകത്ത് നമുക്കറിയാം പ്ലേറ്റ് ഏരിയ ഉണ്ട്, ഡയലക്ട്രിക് മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യും, പിന്നെ ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. ഡിപ്പെൻഡ് ചെയ്യാത്തത് ഫ്രീക്വൻസി മാത്രമേ ഉള്ളൂ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എക്സാമ്പിൾ ഓഫ് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ. എയർ. കറക്റ്റ് ആൻസർ ആണ്, എയർ ആണ്. നിക്കൽ എന്താണ്? നിക്കൽ എന്ത് സബ്സ്റ്റൻസ് ആണ്? ഫെറോ. ഫെറോന്. അതേപോലെ തന്നെ സ്റ്റീൽ എന്ന് പറയുന്നതോ? ഫെറോന്. ഗ്രാഫൈറ്റ് എന്തായിരിക്കും? ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. ഓർത്തിരുന്നോണം കേട്ടോ. കാർബണിന്റെ ഒരു കണ്ടന്റ് ആണ് ഗ്രാഫൈറ്റ്. അപ്പൊ അതങ്ങനെ ഓർത്തിരിക്കുക. ഗ്രാഫൈറ്റ് ഇസ് എ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ എയർ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് പെർമിയബിലിറ്റി? ഞാൻ ഡിസ്കഷൻ പറഞ്ഞപ്പോ പറഞ്ഞായിരുന്നു ഇറ്റ് ഈസ് എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി എന്ന് ഞാൻ പറഞ്ഞായിരുന്നു അല്ലെ. അതിന് പ്രത്യേകിച്ച് എന്തില്ല? യൂണിറ്റ് ഇല്ല. സോ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് സി. μr(s) μ/μ0 രണ്ട് കോൺസ്റ്റന്റുകളാണ്. രണ്ട് കോൺസ്റ്റന്റുകൾ തമ്മിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് യൂണിറ്റ് ഒന്നും കിട്ടത്തില്ല. ഡയമെൻഷൻലെസ്. റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറയണ്ടേ? ചില ക്വസ്റ്റ്യനിൽ അങ്ങനെ പറയാം. പക്ഷെ ഇങ്ങനെയാണ് തരുന്നിരുന്നെങ്കിൽ നോ യൂണിറ്റ് തന്നെ ചൂസ് ചെയ്യുന്നതാണ് നല്ലത്. കാര്യം PSCയുടെ കീഴിൽ മിക്കവാറും നോ യൂണിറ്റ് ആയിരിക്കും തരുന്നത്. റിലേറ്റീവ് പെർമിബിലിറ്റി ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്.
ഇനി അവിടെ സ്പെസിഫിക് ആയിട്ട് ഒന്നും പറഞ്ഞില്ലെങ്കിൽ നോ യൂണിറ്റ് തന്നെ അങ്ങ് ചൂസ് ചെയ്താൽ മതി. ഓക്കെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ ഹെൻറി പെർ മീറ്റർ എന്ന് പറയാവോ? അത് നമ്മള് പറയുന്നത് അത് ഓരോ സബ്സ്റ്റൻസിന്റെ അല്ലേ പറയുന്നത്? ഇപ്പൊ 4π × 10⁻⁷ ഹെൻറി പെർ മീറ്റർ. അതിപ്പോ അത് നമ്മളിപ്പം അതൊരു കോൺസ്റ്റന്റ് ആണ് അത്. പക്ഷെ എന്താ പറയുന്നത്, ഓഫ് എ സബ്സ്റ്റൻസ് എന്നോ അല്ലെങ്കിൽ ഫ്രീ സ്പേസ് എന്നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതെടുക്കാം. ഇവിടെ ഇപ്പൊ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഫ്രീ സ്പേസ് ആണോ അല്ലെങ്കിൽ സബ്സ്റ്റൻസിന്റെ ആണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു. ഓക്കെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മാഗ്നറ്റിക് പെർമിയബിലിറ്റി ഇസ് മാക്സിമം ഫോർ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ. മ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്, µr ആണ് ചോദിച്ചിരിക്കുന്നത്. അതിനകത്ത് ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിനാണ് കൂടുതൽ µr വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. 2 capacitors of 5 microfarad each are connected in parallel. The total effective capacitance is. ഒന്ന് ചെയ്ത് ഉത്തരം പറയാമോ? ശ്രദ്ധിച്ചു ക്വസ്റ്റ്യൻ വായിച്ചോണേ. ആൻസർ കിട്ടിയോ? ആരെങ്കിലും ചെയ്ത് നോക്കുന്നുണ്ടോ? ഓക്കെ, അതിന്റെ കറക്റ്റ് ആൻസർ 5 മൈക്രോഫാരഡ് ആണ്. എങ്ങനെയാണ് 5 മൈക്രോഫാരഡ് വന്നതെന്ന് ഞാനൊന്ന് പറയാം. 2 capacitors of 5 മൈക്രോഫാരഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഫിഗർ വരച്ച എങ്ങനെ വരും? 2 capacitors of 5 മൈക്രോഫാരഡ്. 2 കപ്പാസിറ്റേഴ്സ് ഉണ്ട് 5 മൈക്രോഫാരഡ്. അതിന്റെ 2 എണ്ണം ഇങ്ങനെ ആണ് പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് പറയുന്നത് കേട്ടോ. 2 മൈക്രോഫാരഡ് ഈച്ച് ആർ കണക്റ്റഡ് ഇൻ പാരലൽ. അങ്ങനെ വരുമ്പോഴത്തേക്കാണ് ടോട്ടൽ ആൻസർ എന്ന് പറയുന്നത് 5 മൈക്രോഫാരഡ് ആയിട്ട് വരുന്നത്. ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് ആൻസർ കിട്ടിക്കോളും. അടുത്തത് 3 capacitors each. മറ്റേത് 2 capacitors of 5 microfarad each are connected in parallel. Okay. Okay. അടുത്ത ക്വസ്റ്റ്യൻ. 3 capacitors each of 100 microfarad are connected in series across 100 volt supply. Their equivalent capacitance is. അതൊന്ന് ചെയ്ത് നോക്കാവോ? സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സി ആണോ? 33. സി ആണ് കറക്റ്റ് ആൻസർ. ഓൾറെഡി ഞാൻ ഇവിടെ ആൻസർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് 33.33 ആണ്. ജസ്റ്റ് ഒന്നുമില്ല, 1/100 + 1/100 + 1/100 എടുക്കുക. അപ്പൊ 1/100 അത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള കേസാണ്. സോ വിൽ ബി ഗെറ്റിംഗ് സി ഈക്വലന്റ് എന്ന് പറയുന്നത് 100/3 ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ലൈൻ ഓഫ് ഫോഴ്സ് അറൌണ്ട് എ ബാർ മാഗ്നറ്റ് ഇസ്. ഒരു ബാർ മാഗ്നറ്റിന്റെ പുറത്ത് എങ്ങനെയായിരിക്കും ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ അറേഞ്ച്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോർത്ത് ടു സൗത്ത്, അതായത് നോർത്ത് പോളിൽ നിന്ന് പുറത്ത് പോയിട്ട് സൗത്ത് പോളില് കയറുന്നു എന്നുള്ള രീതിയിൽ. അപ്പൊ അതിന്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ആണ്. ഔട്ട് ഓഫ് നോർത്ത് പോൾ ഇൻറ്റു സൗത്ത് പോൾ ആണ് വരുന്നത്. ഇത് ബാർ മാഗ്നറ്റിന്റെ പുറത്തുള്ളതാണ് കേട്ടോ, ഓർത്തോ. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത് ബാർ മാഗ്നറ്റിന്റെ ഉള്ളിലായിരുന്നു. ഇത് തമ്മിൽ കൺഫ്യൂഷൻ വരെല്ലാം. ഒരെണ്ണം പുറത്തും ഒരെണ്ണം അകത്തുമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മാഗ്നറ്റ്സ് ആർ മെയ്ഡ് ഓഫ് ലോ റീറ്റന്റിവിറ്റി ബട്ട് ഹൈ പെർമിയബിലിറ്റി മെറ്റീരിയൽസ് ആർ കോൾഡ്. ഏതിനു വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് മാഗ്നറ്റ്സിനാണ് നമ്മൾ ലോ റീറ്റന്റിവിറ്റിയും ഹൈ പെർമിയബിലിറ്റിയും മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നത്? അല്ലെ അങ്ങനെയുള്ള മാഗ്നറ്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? എന്തായിരിക്കും? കറക്റ്റ് ആൻസർ ഇലക്ട്രോ മാഗ്നറ്റ്സ് ആണ്. ഓർത്തിരുന്നോണം, ലോ റീറ്റന്റിവിറ്റി മതി. കുറച്ച് മാഗ്നറ്റിസം അതിൽ സൂക്ഷിച്ചാൽ മതി. പക്ഷെ അവിടെ എന്തുണ്ടാകണം? ഹൈലി പെർമിയബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ
കൂടുതൽ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സുകൾ അതിലൂടെ കടത്തി വിടാനുള്ള കേപ്പബിലിറ്റി ഉള്ള ആൾക്കാരായിരിക്കണം. അല്ലെങ്കിൽ അതിനൊരു റെസിസ്റ്റൻസ് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു റിലക്റ്റൻസ് കുറവായിട്ടുള്ള ആൾക്കാർ വേണം എന്നുള്ള അർത്ഥം. അങ്ങനെയുള്ളവരാണ് ഇലക്ട്രോ മാഗ്നറ്റ്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ആൻസർ സി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The diamagnetic material has relative permeability mu r എന്ന് പറയുന്നത് diamagnetic മെറ്റീരിയലില് എന്തോരമാണ്? ലെസ് ദാൻ 1, Less മോർ than ദാൻ 1. യെസ്, കറക്റ്റ് ആൻസർ ലെസ് ദാൻ 1 ആണ്. ആൻസർ ലെസ് ദാൻ 1. mu r is less than 1. ആരെയാണെന്നുണ്ടെങ്കിൽ ഗ്രേറ്റർ ദാൻ 1. Greater than 1. ആ, ഫെറോ ആണെങ്കിൽ ഹയർ വാല്യൂ ആയിരിക്കും. Higher value. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The unit of magnetomotive force is MMF ന്റെ യൂണിറ്റ് എന്താണ്? Ampere turns. NI ആണ് യൂണിറ്റ് അല്ലെ. MMF is equal to NI. അപ്പൊ N എന്ന് പറയുന്ന നമ്പർ ഓഫ് ടേൺസ്, I എന്ന് പറയുന്നത് ആംബിയർ. സോ ദ യൂണിറ്റ് ഇസ് ആംബിയർ ടേൺസ്. അപ്പം ഇന്നത്തെ ക്വസ്റ്റ്യൻസും അതിന്റെ ഡിസ്കഷനുകളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് മാഗ്നറ്റിക് മെറ്റീരിയൽസിന്റെ ക്ലാസിഫിക്കേഷൻസ് നന്നായിട്ട് പഠിക്കണം. അതൊരു ടേബിൾ ആക്കി തന്നെ എഴുതി വെക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ആ കാണിച്ച ടേബിളിന്റെ കൂടെ എക്സാമ്പിൾസും കൂടെ ആഡ് ചെയ്ത് നിങ്ങൾ എഴുതി വെക്കണം. പെട്ടെന്ന് നോക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസുകൾ വായിക്കുമ്പോഴത്തേക്കും അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും പോയിന്റ്സ് കിട്ടുവാണെങ്കിൽ അതിന്റെ സൈഡിലോട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യുമ്പോൾ വേറെ ഏതെങ്കിലും മെറ്റീരിയൽസ് ഒക്കെ കിട്ടുവാണെങ്കിൽ അത് കൂടെ എക്സാമ്പിളിലോട്ട് നോട്ട് ചെയ്ത് പോവുക. ആ പോർഷനെ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇമ്പോർട്ടന്റ് ആണ്. അതിനകത്ത് ഉറപ്പായിട്ടും ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കും. അപ്പൊ അത് നന്നായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒന്നുമില്ലെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഇടുകയോ എല്ലാം ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. എല്ലാവരും നന്നായിട്ട് നോട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്യാം കേട്ടോ.